നല്ല ശമ്പളമുള്ള ഒരു ബാങ്ക് ജോലി അത് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ സാധാരണ ഫുഡിലൊക്കെ കാണുന്ന ഒരു ചെറിയ ഇലയില്ലേ, അതിൽ നിന്ന് ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ കിട്ടിപ്പടുത്ത ഒരാളുടെ കഥയാണിത്. കേൾക്കുമ്പോൾ അതിശയമായി തോന്നാമല്ലേ? ഇതാണ് അജയ് ഗോപിനാഥിന്റെ പ്രചോദനാത്മകമായ യാത്ര. അതെ, നിങ്ങളുടെ പ്ലേറ്റിൽ കാണുന്ന ഒരു കുഞ്ഞൻ അലങ്കാരത്തിന് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുമോ? വിചിത്രമായി തോന്നുന്നുണ്ടാണും അല്ലേ? എന്നാൽ അജയ് ഗോപിനാഥിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അതുതന്നെയാണ്. വളരെ സാധാരണമായ ഒരു ഭക്ഷണത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ അസാധാരണമായ ഈ യാത്ര തുടങ്ങുന്നത്. നമുക്ക് ആ കഥയിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോ ആരാണ് ഈ അജയ് ഗോപിനാഥ്? നമുക്കാദ്യം അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹം കോർപ്പറേറ്റ് ലോകത്ത് തിളങ്ങി നിന്നിരുന്ന ഒരാളായിരുന്നു, ഒരു ബാങ്കർ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വശത്ത് സിറ്റി ഗ്രൂപ്പിൽ 14 വർഷത്തെ ഉറപ്പുള്ള സ്റ്റേബിളായൊരു കരിയർ, മറുവശത്തോ 2017 ഒരു റെസ്റ്റോറന്റിൽ വെച്ച് യാദൃച്ഛികമായി കണ്ട ഒരു കുഞ്ഞൻ പച്ചനാമ്പ്. ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ എന്തു ബന്ധം അല്ലേ? പക്ഷേ ആ ഒരൊറ്റ നിമിഷം അത് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ആ സംഭവം. നമ്മളതിനെ മൈക്രോഗ്രീൻസ് എന്ന് പറയും. അതായത് പച്ചക്കറികളുടെയും മറ്റും വളരെ ചെറിയ തൈകൾ. കാണാൻ കുഞ്ഞന്മാരാണെങ്കിലും ഇതിനകത്ത് വലിയൊരു സാധ്യതയുണ്ടെന്ന് അദ്ദേഹം അന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ എന്താണ് ഈ മൈക്രോഗ്രീൻസിന്റെ പ്രത്യേകത? സിമ്പിളായി പറഞ്ഞാൽ പച്ചക്കറികളുടെയും ഔഷധസസ്യങ്ങളുടെയും ഒക്കെ തൈകളാണ് ഏകദേശം 7 മുതൽ 12 ദിവസത്തിനുള്ളിൽ വിളവെടുക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ചെടിയേക്കാൾ 40 മടങ്ങ് വരെ കൂടുതൽ പോഷകങ്ങൾ ഈ കുഞ്ഞൻ തൈകളിലുണ്ടാകും. 40 ടൈംസ്! ഈ ഒരൊറ്റ കാര്യം മതിയായിരുന്നു അജയുടെ ഉള്ളിലൊരു താൽപ്പര്യം വരാൻ. പിന്നെ അടുത്ത 2 വർഷം ഇതിന്റെ പിന്നാലെയായിരുന്നു അദ്ദേഹം. പക്ഷേ ഒരു ഐഡിയ കിട്ടിയ ഉടനെ എല്ലാം അങ്ങ് ശരിയായെന്നും കരുതരുത്. തുടക്കം അത്ര എളുപ്പമായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പരീക്ഷണങ്ങളും പരാജയങ്ങളും നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു അത്. അദ്ദേഹം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ചെറുപയർ വെച്ചിട്ട് ടിഷ്യൂ പേപ്പറിലൊക്കെ മൈക്രോഗ്രീൻ വളർത്താൻ നോക്കി, പക്ഷേ വിചാരിച്ച പോലെ റിസൾട്ട് കിട്ടിയില്ലാന്ന്. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ഈ ഇന്റർനെറ്റിലൊക്കെ കാണുന്ന വഴികൾ അത്ര വിശ്വസിക്കാൻ കൊള്ളില്ലാന്ന്. അതായത് സംഭവിച്ചുകൊണ്ടിരുന്നത് ഇതായിരുന്നു. യൂട്യൂബിൽ ഒരു ട്യൂട്ടോറിയൽ കാണും, അത് വെച്ച് കൃഷി ചെയ്യാൻ ശ്രമിക്കും, പക്ഷേ ഫലം വളരെ മോശമായിരിക്കും. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. സ്വാഭാവികമായും ആർക്കായാലും മടുപ്പ് തോന്നുന്നൊരവസ്ഥയായിരുന്നു അത്. ഇനി ഇത് മുന്നോട്ട് പോകില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ആ ടേണിംഗ് പോയിന്റ് വരുന്നത്. സ്വന്തമായി പരീക്ഷിച്ച് സമയം കളയുന്നതിന് പകരം ഈ വിഷയത്തിൽ അറിവുള്ള ഒരാളെ, ഒരു മെന്ററെ കണ്ടെത്താൻ അദ്ദേഹം തീരുമാനിച്ചു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിലൊന്ന്. ഒരു UK-യിലുള്ള എക്സ്പേർട്ടിൽ നിന്നാണ് അദ്ദേഹത്തിലെ ശരിയായ അറിവ് കിട്ടുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ വിത്തും മൈക്രോഗ്രീൻ ആക്കാൻ പറ്റില്ല. ജനിതക മാറ്റം വരുത്താത്ത, അതായത് non-GMO വിത്തുകൾ തന്നെ വേണം. ഹൈബ്രിഡ് ആകരുത്. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്തവയായിരിക്കണം. ഏറ്റവും പ്രധാനം, ഓപ്പൺ പോളിനേറ്റഡ് വിത്തുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഈ കാര്യങ്ങൾ ശരിക്കും ഒരു ഗെയിം ചേഞ്ചറായിരുന്നു. ഈ പുതിയ അറിവുകൾ കിട്ടിയതോടെ അജയ്ക്കൊരു പ്രത്യേക കോൺഫിഡൻസ് വന്നു. പിന്നെ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. 2020 ആ സുരക്ഷിതമായ ബാങ്കിംഗ് ജോലി അദ്ദേഹം ഉപേക്ഷിച്ചു. എന്നിട്ട് ഗ്രോ ഗ്രീൻസ് എന്ന പേരിൽ സ്വന്തം സംരംഭത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. സ്ഥലമൊരു പ്രശ്നമായിരുന്നു. പക്ഷേ അതിനും അദ്ദേഹം ഒരു വഴി കണ്ടെത്തി. സ്വന്തം വീടിനുള്ളിൽ തന്നെ ഒരു വെർട്ടിക്കൽ ഫാം സെറ്റ് ചെയ്തു. അതായത് തട്ടുകളായി കൃഷി ചെയ്യുന്ന രീതി. ഇതിലൂടെ സ്ഥലപരിമിതി മറികടക്കാൻ പറ്റി. അതുപോലെ കൃഷിക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും കൃത്യമായി നിയന്ത്രിക്കാനും കഴിഞ്ഞു. ഇതാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ഒരു പ്രധാന രഹസ്യം. ഇതൊരു സാധാരണ കൃഷിയല്ല, വളരെ സയന്റിഫിക്കാണ്. ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കണം. ഈർപ്പം 40-നും 60% ഇടയിൽ. വെള്ളത്തിന്റെ pH പോലും 5.5-നും 6.5-നും ഇടയിൽ കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിനെല്ലാം ഉപയോഗിക്കുന്നതാകട്ടെ ചകിരിച്ചോറ് പോലുള്ള മണ്ണില്ലാത്ത മീഡിയം. ഇത്രയും കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് വർഷം മുഴുവനും ഒരേ ക്വാളിറ്റിയിൽ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഈ കഠിനാധ്വാനത്തിനും സ്മാർട്ട് വർക്കിനും എന്ത് ഫലമാണ് കിട്ടിയത്? നമുക്ക് ആ ബിസിനസ് വളർച്ചയുടെ കണക്കുകളിലേക്കൊന്ന് നോക്കാം. ശരിക്കും ഞെട്ടിക്കുന്ന വളർച്ചയാണ്. ഏതൊരു ബിസിനസ്സിനും ഒരു തുടക്കമുണ്ടാകുമല്ലോ. അദ്ദേഹത്തിന്റെ പ്രാരംഭ നിക്ഷേപം 5 ലക്ഷം രൂപയായിരുന്നു. സ്വന്തം സേവിങ്സിൽ നിന്നാണ് അദ്ദേഹം ഈ പണം കണ്ടെത്തിയത്. അപ്പോ ഈ 5 ലക്ഷം രൂപ മുടക്കി വലിയൊരു ഫാക്ടറിയൊക്കെ ഇട്ടെന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ലേയല്ല. വെറും 80 സ്ക്വയർ ഫീറ്റ്. അതായത് സ്വന്തം വീട്ടിലെ ഒരു ചെറിയ മുറി. അവിടെയാണ് ഈ ബിസിനസ് മുഴുവൻ തുടങ്ങിയത്. 80 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയ ആ സംരംഭം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാവോ? ഇന്നത്തെ പ്രതിമാസ വിറ്റുവരവ് ഏകദേശം 5 ലക്ഷം രൂപയാണ്. ആലോചിച്ചു നോക്കൂ, ചെറിയൊരു മുറിയിൽ നിന്ന് മാസം 5 ലക്ഷം രൂപയുടെ ടേൺ ഓവർ. ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു ബ്രില്യന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടിയുണ്ട്. തുടക്കത്തിൽ ആരോഗ്യം വളരെ പ്രധാനമായി കാണുന്ന ആളുകളെയും സ്ഥാപനങ്ങളെയുമാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത്. അതായത് ജിമ്മുകൾ, ആശുപത്രികൾ, വലിയ ഹോട്ടലുകൾ, പിന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ. ഇത് കാരണം എന്താ ഗുണം?
പ്രോഡക്റ്റിന് പെട്ടെന്നൊരു വിശ്വാസ്യത കിട്ടി, ഡിമാൻഡും ഉണ്ടായി. പക്ഷേ അജിയുടെ കഥ ഇവിടെ തീരുന്നില്ല. ബിസിനസ്സുണ്ടാക്കി പണം സമ്പാദിക്കുന്നതിൽ ഒതുങ്ങുന്നില്ല അത്. അദ്ദേഹത്തിന്റെ യാത്ര ഒരു സർക്കിൾ പോലെ പൂർത്തിയാവുകയാണ്. ഒരു കാലത്ത് അറിവ് തേടി നടന്ന ആൾ ഇന്ന് അറിവ് പകരുന്ന ഒരു ഗുരുവായി മാറിയിരിക്കുന്നു. അതെ, താൻ പഠിച്ച കാര്യങ്ങൾ അദ്ദേഹം സ്വന്തമായി വെച്ചില്ല. ഇതുവരെ 30-ലധികം പുതിയ സംരംഭകരെയാണ് സ്വന്തമായി മൈക്രോഗ്രീൻ ബിസിനസ് തുടങ്ങാൻ അദ്ദേഹം സഹായിച്ചത്. അതുകൊണ്ട് ഇന്ന് ഗ്രോ ഗ്രീൻസ് എന്നത് വെറുമൊരു ബ്രാൻഡല്ല, അത് മറ്റുള്ളവർക്ക് പ്രചോദനവും അറിവും നൽകുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് അധ്യാപകനിലേക്ക് ഇന്ത്യയൊട്ടാകെയുള്ള ഒരു പുതിയ തലമുറയിലെ അഗ്രിപ്രണേഴ്സിനെയാണ് അജയ് ഇപ്പോൾ പരിശീലിപ്പിക്കുന്നത്. അജയ് ഗോപിനാഥിന്റെ ഈ യാത്ര നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആ ചെറിയ കണ്ടെത്തൽ എന്തായിരിക്കും? ഒരുപക്ഷേ അത് നിങ്ങളുടെ തൊട്ടുമുന്നിൽ തന്നെയുണ്ടാകാം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി.